കത്തിച്ചു കളയും കുടുംബത്തോട്. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ 11 പ്രതികളാണ് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് കൊടിസുനി. കൊടിസുനി നിരന്തരം ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. 2023 വിയ്യൂർ സെൻട്രൽ ജയിലിൽ പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് കൊടിസുനിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. തവനൂർ സെൻട്രൽ ജയിലിൽ വന്നപ്പോൾ നിരന്തരമായ പ്രശ്നങ്ങളാണ് കൊടിസുനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ എന്താണ് കൊടിസുനിക്ക് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. കൊടിസുനിയെ പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പണിഷ്മെന്റ് സെല്ല് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒറ്റ മുറിയാണ്, അവിടെ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഏകാന്ത തടവാണ്, സെല്ലിന് പുറത്തേക്ക് ഇറങ്ങാനാകില്ല. മാത്രമല്ല ജയിലിലെ മറ്റ് പ്രതികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളൊന്നും തന്നെ ഈ പണിഷ്മെന്റ് സെല്ലിൽ ലഭിക്കില്ല. കൊടിസുനി പണിഷ്മെന്റ് സെല്ലിലേക്ക് പോകാനുണ്ടാകുന്ന കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ, കൊടിസുനി സഹതടവുകാരൻ്റെ ഫോൺ കാർഡ് തട്ടിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഫോൺ ചെയ്തു. ഒരു തടവ് പുള്ളിക്ക് 3 ഫോൺ കാർഡാണ് ഉള്ളത്. ആ ഫോൺ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ സൂപ്രണ്ടിന്റെയോ പ്രിസണർ ഓഫീസറുടെയോ സാന്നിധ്യത്തിൽ അയാൾക്ക് 3 തവണ പുറത്തേക്ക് വിളിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഈ വളരെ കർശനമായിട്ടാണ് ഈ വിളിയുള്ളത്. കാരണം അടുത്ത് തന്നെ പ്രിസണർ ഓഫീസറുണ്ട്, ബന്ധപ്പെട്ട അധികാരികളുണ്ട്, അവരുടെ നടുക്ക് നിന്ന് വേണം ഈ ഫോൺ ചെയ്യാൻ. പക്ഷേ കൊടിസുനി ഇന്നലെ ചെയ്തത് സഹതടവുകാരൻ്റെ ഫോൺ തട്ടിയെടുത്ത് പുറത്തേക്ക് വിളിക്കുകയായിരുന്നു. ഇപ്പോൾ തവനൂർ ജയിൽ സൂപ്രണ്ട് ഈ ഒരു ഫോൺ വിളിക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കാരണം കൊടിസുനി ആരെയാണ് വിളിച്ചത് എന്ന് കണ്ടെത്താനാണ് അന്വേഷണം. ആ അന്വേഷണ റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ലഭിക്കും എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയോ മറ്റോ ആണ് കൊടിസുനി വിളിച്ചതെങ്കിൽ അതൊരു രാഷ്ട്രീയ പൊട്ടിത്തെറിയിലേക്ക് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് തവനൂർ ജയിൽ സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. തവനൂർ പോലീസിനാണ് അന്വേഷണ ചുമതല. തവനൂർ പോലീസ് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊടിസുനി പണിഷ്മെന്റ് സെല്ലിൽ ഒറ്റ മുറിയിൽ ഏകാന്ത തടവ് അനുഭവിക്കുകയാണ്. 2023 കൊടിസുനി വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് വരുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂരിലേക്ക് വരാനുള്ള കാരണം, വിയ്യൂർ സെൻട്രൽ ജയിലിലും ഇതുപോലെ കൊടിസുനി നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടുത്തെ പരാതിയെ ചൊല്ലിയാണ് വിയ്യൂരിൽ നിന്നും 2023 നവംബർ 9 തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊടിസുനി വരുന്നത്. കൊടിസുനി അറിയാമല്ലോ, 11 പേർക്കടക്കം ജീവപര്യന്തം തടവുണ്ട് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ. അതിലെ തടവ് അനുഭവിക്കുന്ന ആളാണ് കൊടിസുനി. കൊടിസുനി തവനൂരിൽ വന്നു. കഴിഞ്ഞ മാസം 11 കൊടിസുനിയുടെ അടുക്കൽ ഒരു പ്രിസണർ ഓഫീസർ വന്നപ്പോൾ അയാൾ കയ്യിൽ ചരട് കെട്ടിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പ്രിസണർ ഓഫീസർ പറഞ്ഞു, ഇത് അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ കൊടിസുനി ചരട് അഴിച്ച് ഈ പ്രിസണർ ഓഫീസറുടെ മുഖത്തേക്ക് എറിഞ്ഞു. പിന്നീട് ഈ ചരട് വീണ്ടും എടുത്ത് കൊടിസുനി കെട്ടി. അപ്പോൾ 2 ദിവസം മുൻപ് ജയിൽ ജോയിന്റ് സൂപ്രണ്ട് വന്നിട്ട് വീണ്ടും ഈ ചരട് അഴിച്ചു മാറ്റാൻ കൊടിസുനിയോട് പറഞ്ഞു. കൊടിസുനി അപ്പോൾ പറഞ്ഞത്, തനിക്കെതിരെ ഞാൻ വ്യാജ പരാതി നൽകും എന്നതാണ് ഒന്നാമത്തെ ഭീഷണി. ജയിൽ ജോയിന്റ് സൂപ്രണ്ട് പറഞ്ഞത്, തൻ്റെ കുടുംബത്തെ അടക്കം ഞാൻ നശിപ്പിച്ചു കളയും, കുടുംബത്തെ അടക്കം കൊന്നുകളയും എന്നാണ് കൊടിസുനി ജയിൽ ജോയിന്റ് സൂപ്രണ്ടിനോട് ഭീഷണിപ്പെടുത്തിയത്. അതായത് ഈ കയ്യിൽ നിന്ന് വീണ്ടും ചരട് മാറ്റാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ജയിൽ സൂപ്രണ്ടിന്റെ കുടുംബത്തെ അടക്കം കൊല്ലുമെന്ന് കൊടിസുനി ഭീഷണിപ്പെടുത്തിയത്. ഉടൻ തന്നെ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് തനിക്കൊരു പരാതിയുണ്ട്, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റിപ്പുറം പോലീസിൽ പരാതി കൊടുത്തു. ഈ കുടുംബത്തോടെ കൊല്ലും എന്നാണല്ലോ കൊടിസുനി പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തവനൂരിലെ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി. അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുകയാണ്. ആ വിഷയം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ കൊടിസുനി ഇത്തരത്തിൽ സഹതടവുകാരൻ്റെ ഫോൺ തട്ടിയെടുത്തുകൊണ്ട്, ആ കാർഡ് തട്ടിയെടുത്തുകൊണ്ട് പുറത്തേക്ക് വിളിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ആരെയാണ് വിളിച്ചത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്കറിയാൻ കഴിയും കൊടിസുനി ആരെയാണ് വിളിച്ചത് എന്നുള്ളത്. കാരണം ഒന്നുകിൽ ജയിൽ അധികൃതർക്ക് എന്തെങ്കിലും തരത്തിലൊരു സൂചന കിട്ടിക്കാണും, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് കൊടിസുനിയെ പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റില്ല. ഒറ്റമുറിയാണ്, അവിടെ ഏകാന്ത തടവാണ് കൊടിസുനിക്കുള്ളത്.
ഉള്ളത്. വേറെ ആരുമായിട്ടും സഹകരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് ഇന്നലെ മുതൽ കൊടിസുനി മാറിയിരിക്കുന്നു. ഇതാണ് കൊടിസുനിയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ തവനൂർ സെൻട്രൽ ജയിൽ കൊടിസുനി ഉണ്ടാക്കുന്നു. തവനൂരിലേക്ക് കൊടിസുനിയെ കൊണ്ടുവന്ന ആ സമയത്ത് തന്നെ, ആ ഘട്ടത്തിൽ തന്നെ, ആദ്യ ഘട്ടത്തിൽ തന്നെ ഇയാൾ ജയിൽ സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് തവനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കുടുംബത്തോടെ കത്തിക്കും അല്ലെങ്കിൽ കുടുംബത്തോടെ കൊന്നുകളയും എന്ന് പറയുന്ന ആ കേസിൽ കുറ്റിപ്പുറം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ തവനൂർ പോലീസ് സ്റ്റേഷനിലും കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുമായി കൊടിസുനിക്കുള്ള കേസുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൊടിസുനിയെ ഇത്തരത്തിൽ പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റിയത്. നമുക്കറിയാമല്ലോ, 2009 ടി പി ചന്ദ്രശേഖരൻ CPIM വിടുന്നത്. പിന്നീട് അദ്ദേഹം സ്വന്തമായി RMP, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുകയും വടകരയിൽ മത്സരിക്കുകയും 23,000 വോട്ടുകൾ നേടുകയും ചെയ്തു. അത് CPM-നെ വല്ലാതെ രീതിയിൽ അലോരസപ്പെടുത്തുകയും അതിന്റെ ഭാഗമായിട്ടാണ് ടി പി ചന്ദ്രശേഖരനെ വധിക്കുന്നത്. 2012 മെയ് 4 കൊലപാതകം. മാഷാ അള്ള പതിച്ച ഇന്നോവ കാറൊക്കെ വന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ കേസിലെ 11 പേരിപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. കിർമാണി മനോജ് അടക്കം 11 പേരാണ് ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. അതിലെ കൊടിസുനിയാണ് ഏറ്റവും കൂടുതൽ സെല്ലിൽ പ്രശ്നമുണ്ടാക്കുന്നത്. ജയിലിൽ പ്രശ്നമുണ്ടാക്കിയ ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളതും കൊടിസുനിക്കാണ്. മാത്രമല്ല, കൊടിസുനി കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. തന്നെ വിയ്യൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടിസുനി നിരന്തരമായി അധികൃതരെ സമീപിക്കുകയൊക്കെ ചെയ്തെങ്കിലും അത് നടന്നില്ല. കാരണം ഈ നിത്യപ്രശ്നക്കാരനാണ് കൊടിസുനി. അതുകൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് കഴിഞ്ഞ തവണ പിണറായി വിജയന്റെ കാലത്ത് മാറാൻ ശ്രമിച്ചെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പരാതിയെ തുടർന്ന് കൊടിസുനിയുടെ ആ നീക്കം നടന്നില്ല. അതിനുശേഷമാണ് ഈ വിയ്യൂർ ജയിലിൽ നിന്ന് തവനൂരിലേക്ക് വരുന്നത്. തവനൂരിലേക്ക് വന്ന ദിവസം മുതൽ കൊടിസുനി ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ, ജയിൽ സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തുക, പ്രസിഡന്റ് ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുക, കയ്യിലെ ചരട് അഴിച്ചു മാറ്റാൻ പറയുമ്പോൾ കുടുംബത്തോടെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുക, അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഈ സഹതടവുകാരൻ്റെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കൊടിസുനി ഇങ്ങനെ പുറത്തേക്ക് വിളിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊടിസുനി ഈ പണിഷ്മെന്റ് സെല്ലിൽ കിടക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൊടിസുനി ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ജയിൽ ഓഫീസർമാർക്ക്, പ്രിസൺ ഓഫീസർമാർക്ക്, അതേപോലെ തന്നെ സഹതടവുകാർക്ക് മുഴുവൻ തന്നെ കൊടിസുനി വലിയ തോതിലെ ഭീഷണികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ജയിലിൽ. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഇയാൾക്ക് കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്ന സമയത്തും കൊടിസുനി ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിച്ച കാര്യങ്ങളൊക്കെ അന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്. സമാനമായ നിലയിൽ തന്നെയാണ് തവനൂരിൽ വന്നപ്പോഴും ജയിൽ സൂപ്രണ്ടുമാരെ അല്ലെങ്കിൽ ജയിലിലെ അധികൃതരെ ഭയപ്പെടുത്തി മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കൊടിസുനി ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങളെ പതിവ് പോലെ തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇവിടെയും കൊടിസുനി പുറത്തുള്ള കൊട്ടേഷൻ സംഘങ്ങളെ ബന്ധപ്പെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടിസുനിക്ക് കൃത്യമായി പുറത്തു നിന്ന് കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് ഇത്തരത്തിൽ ഇടപെടാൻ കഴിയില്ല. വിയ്യൂർ സെൻട്രൽ ജയിലിലായാലും തവനൂരിലായാലും അയാൾക്ക് പുറത്തു നിന്ന് കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും, പോലീസ് അടക്കം കരുതുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നെങ്കിലും എവിടെങ്കിലുമൊക്കെ വെച്ച് തട്ടി അവിടെ നിൽക്കുന്നു. രാഷ്ട്രീയ സ്വാധീനമാകാൻ കാരണം. ഏതായാലും ഇപ്പോൾ ഭരണം മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രാലയം എന്ത് തരത്തിലെ നിലപാടാണ് കൊടിസുനിയോട് എടുക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അത് ഒരുപക്ഷെ കർശനമായിട്ടുള്ള കൊടിസുനി എന്ത് ചെയ്താലും അതിന് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാൻ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ടാകും. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പണിഷ്മെന്റ് സെല്ലിലേക്ക് അയാളെ മാറ്റിയിരിക്കുന്നത്. പിണറായി വിജയൻ ആഭ്യന്തരം കൈയാളിയ ഈ 10 വർഷം കൊടിസുനിക്ക് വഴിവിട്ട പല സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ പരാതി. പക്ഷെ ഇപ്പോൾ സർക്കാർ മാറിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. പിണറായി വിജയന്റെ അതേ നയം തന്നെ സ്വീകരിച്ചാൽ തീർച്ചയായും കൊടിസുനി ജയിലിൽ അഴിഞ്ഞാടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ
അങ്ങനെ അതിൽ നിന്ന് മാറിയിട്ടുള്ളൊരു നയമാണ് എന്ന് നമുക്ക് ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നു. കാരണം വളരെ പെട്ടെന്ന് തന്നെ പണിഷ്മെന്റ് സെല്ലിലേക്ക് കൊടിസുനിയെ മാറ്റാൻ കഴിഞ്ഞു. അത് ഭരണം മാറിയതിന്റെ ഒരു പ്രതിഫലനമായിരിക്കാം. പഴയതുപോലെ കൊടിസുനിക്ക് അങ്ങനെ ജയിൽ കയറി അങ്ങ് കളിക്കാനുള്ള ഒരു ഇടം എന്ന നിലയിലേക്ക് ജയിൽ മാറില്ല, അല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനം മാറില്ല. പുതിയ ഭരണം വന്നിരിക്കുന്നു. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയായിരിക്കണം ഇന്നലെ കൊടിസുനിയെ പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റിയതിന് പിന്നിൽ എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.